ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ബിനിഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തെക്കുംപാടത്തെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയണതേ, അമ്മ കുറച്ച് കറ്റാർ വാഴയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കറ്റാർ വാഴ അതേ വലുതായിട്ട് ഇന്നലത്തെ മഴയ്ക്ക് മറിഞ്ഞു വീണു. അപ്പോൾ നമുക്കതൊന്നെടുത്ത് എണ്ണ കാച്ചാന്ന് വിചാരിച്ചു. നമ്മുടെ അവിടുത്തെ പോലെയല്ല, വണ്ടികളൊക്കെ പോകുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തിരി ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും. അതൊന്ന് ക്ഷമിച്ചേക്കാട്ടോ. അപ്പോൾ നമുക്ക് കറ്റാർവാഴ ഒടിഞ്ഞു കിടക്കുന്നത് കാണിച്ചു തരാം. ഭയം കുറേ ഉണ്ട്, വലുതാണ്. നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കറ്റാർവാഴയായിരുന്നു കേട്ടോ. അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടാന്ന് തോന്നുന്നുണ്ട്, അത് ഒടിഞ്ഞു പോയി. ഇതേ കണ്ട, വലിയ കറ്റാർവാഴയാണ്. കണ്ട, നല്ല വലിയ കറ്റാർവാഴ ഒടിഞ്ഞു പോയത്. ഭയങ്കര കഷ്ടമായിപ്പോയി. എന്ത് ഭംഗിയായിരുന്നു നിൽക്കണത് കാണാൻ. അമ്മയാണെങ്കിൽ കുറച്ച് ദിവസമായി വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വെച്ചിട്ട് ഇതുവരെയായിട്ട് എണ്ണ കാച്ചാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇത് വെറുതെ പോവില്ലേ. അപ്പം നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഇന്ന് എണ്ണ കാച്ചാം. അപ്പം ഞാൻ അതൊന്ന് ഒടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം കണ്ട, വലിയ കറ്റാർവാഴയല്ലേ. ഇതുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ എണ്ണ കാച്ചിയെടുക്കണത് ഞാൻ വീഡിയോ എടുക്കാവേ. നമ്മളെ കുഞ്ഞു മക്കളെ നാളെ നട്ടതാണ്. ഇവരൊക്കെ മുളച്ച് വരുന്നുണ്ട്. അന്ന് എന്ത് വീഡിയോ, അച്ചാറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ഇവർ നടുകയായിരുന്നു. ഇപ്പം വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴയായത് കാരണം ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ച് മണ്ണൊക്കെ ആയി. ഇനി ഞാൻ നനച്ചിട്ടില്ല, നനയ്ക്കാറായിട്ടില്ല. ഇവിടെ ശംഖുപുഷ്പമുണ്ട്. എൻ്റെയും മുത്തിൻ്റെയും ഗാർഡനാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ പനിക്കൂർക്കയുണ്ട്. ഇവിടെ മെയിനായിട്ട് കറ്റാർവാഴയാണ് നമ്മൾ വളർത്തുന്നത്. പിന്നെ മല്ലി, പിന്നെ ശംഖുപുഷ്പം നീലയുണ്ട്, വെള്ളയുണ്ട്, മുളകുണ്ട്. വടക്ക് കിഴക്ക് മൂലയിൽ കറ്റാർവാഴയും പനിക്കൂർക്കയും ഒരുമിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞത് അമ്മ നട്ടു വെച്ചതാണ് കേട്ടോ. നല്ലതാണ്, നമ്മൾ കുറെ നട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ മഞ്ഞളാണ് കേട്ടോ. അതാണ് കസ്തൂരി മഞ്ഞൾ. വെള്ള ശംഖുപുഷ്പം പെട്ടെന്നൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തൊരു സംഭവമാണ് വെള്ള ശംഖുപുഷ്പം കേട്ടോ. കൂടുതലായിട്ടും നീലയാണ് എല്ലായിടത്തും ഉണ്ടാവുക. അമ്മാമ്മ ദേ ഇവിടെ വെള്ളയും നീലയൊക്കെ നട്ട് വളർത്തുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കുക. അതിന്റെ മൂലയൊക്കെ കറ്റാർവാഴയിൽ കള വരാണ്ട് നോക്കാണ്. എന്നിട്ട് നിറച്ച് കള വന്നല്ലോ മുത്തി. കളാന്ന് വെച്ചാ പുല്ല് വരാണ്ടൊക്കെ വലിച്ചു നിർത്തണം. അമ്മാമിക്ക് അതിന് കടയില് തിരക്കായ കാരണം നമുക്ക് എണ്ണ കാച്ചാം. കടയിൽ ആരെങ്കിലൊക്കെ വരുമ്പോഴേ നമുക്ക് എണ്ണ കാച്ചാലേ, പിന്നെ എണ്ണ കാച്ചല് നടക്കില്ല. മുറ്റത്താരെങ്കിലും വന്നോ നോക്കിയാൽ നമ്മുടെ കടയ്ക്ക് എടുത്തോണ്ട് പോയിണ്ടാവും. ഓടിച്ചെല്ല്. എന്തായാലും നമ്മൾ വീഡിയോ പിടിച്ചല്ലേ, നമുക്ക് അച്ചാച്ചൻ്റെ പാറൂട്ടീനെയും പിന്നെ എന്നിട്ട് അവളുടെ പേര് ജൂഡിനെയും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കാണാൻ പോവാ. ബാ, അച്ചാച്ചൻ്റെ പാറു. നമുക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. അവര് ഭയങ്കര വയലന്റ് ആണ്. നമുക്ക് ഓടാം. മുറിച്ച് ഇതിന്റെ നീര് പോവാനായിട്ട് ഇങ്ങനെ വെക്കണം. നമ്മളിത് കറ്റാർവാഴ കാച്ചാനായിട്ട് ഇപ്പം എടുക്കുകയാണ്. അപ്പം അതിലത്തെ കറയുണ്ടല്ലോ, ഒരു മഞ്ഞക്കറ, അത് പോവാനായിട്ട് ഇത് ഇങ്ങനെ മുറിച്ചിട്ട് കുത്തിച്ച് അരി വെക്കുകയാണ്. അപ്പം അതിലത്തെ കറയൊക്കെ പോയി കഴിയും. എന്നിട്ട് വേണം നമുക്കതെടുത്ത് അരിഞ്ഞിട്ട് എണ്ണ കാച്ചാൻ.
ഇതിൽ നിന്നൊക്കെ കണ്ട നന്നായിട്ട് കറ പോയിട്ടുണ്ട്. അപ്പം നമ്മളിതേ എണ്ണ കാച്ചാനായിട്ട് എല്ലാതും ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചട്ടി ചൂടായി വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഇവിടെ ആട്ടി വെളിച്ചെണ്ണയാണ്, കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ. മതി 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 മതി, ഇനി സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നിറഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ കറ്റാർവാഴ അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കാം. കറ്റാർവാഴയൊക്കെ നമ്മളുടെ ചട്ടി ഒന്ന് നമ്മൾ മാറിയിട്ടാണ്. നമ്മളെ കറ്റാർവാഴയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയിൽ കൊള്ളില്ല. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് ചട്ടി മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കി ഇനി നമുക്ക് കറ്റാർവാഴ ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അതിൽ കിടക്കണത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മുഴുവൻ കറ്റാർവാഴ അരിഞ്ഞിട്ടില്ല കേട്ടോ, പകുതി അരിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് അതിൽ ബാക്കി, അത്രയും വലിയതല്ലായിരുന്നോ. നമ്മൾ ആദ്യം കറ്റാർവാഴയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ചതച്ചിട്ടൊന്നുമല്ല, നൈസായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. നമ്മളിതേ എണ്ണ കാച്ചാനായിട്ട് കറ്റാർവാഴ ആദ്യം ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. തുളസി ഇല, പേരയുടെ ഇല, ചെമ്പരത്തിപ്പൂവ്, പനിക്കൂർക്ക, മൈലാഞ്ചിയുടെ ഇല, ചെമ്പരത്തിപ്പൂവ് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി എരിഞ്ഞത്, പിന്നെ നമ്മുടെ അരിവേപ്പിൻ്റെ ഇല, കറിവേപ്പില കേട്ടോ, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ചുവന്നുള്ളി എരിഞ്ഞതാണ് കേട്ടോ. നമ്മളിതേ കറ്റാർവാഴ അരിഞ്ഞത് ഇതേ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കായ്ക്കണ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കായ്ക്കണ വേപ്പിൻ്റെ ഇലയൊന്നും ഇല്ലാത്ത കാരണം നമ്മളതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കഞ്ഞുണ്ണി ചേർത്ത് കൊടുക്കാം, നീലാമ്പരിയുടെ ഇല ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഈ ഉള്ള ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് എണ്ണ കാച്ചാറ്. അപ്പോൾ നമ്മൾ ഉള്ളി ചേർത്തതും കറ്റാർവാഴയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്നും അരിയാനുള്ള സമയമില്ലാത്തതാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണത്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും കടയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ നേരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. നമ്മൾ ഈ നേരില്ലാത്തടത്താണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ഇനി വേപ്പല ഉണ്ട് ഇവിടെ.
ഇതെല്ലാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനെ ഇറക്കി വയ്ക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. നമ്മളിതേ കറ്റാർവാഴയുടെ മുഴുവനും തണ്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇനി അതിൽ എത്ര തണ്ടുണ്ട്? ഇനിയും ബാക്കിയുണ്ടല്ലേ, 3-4-5 ഉണ്ട് ഇനി. എണ്ണ കാച്ചുന്ന ഷെഫേ ഇറക്കാറായോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ എണ്ണ കാച്ചുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ.